എല്ലാവർക്കും നമസ്കാരം. കറണ്ട് അഫയേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. ജനുവരി 2023 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ ആദ്യത്തെ പാർട്ടാണിത്. മറ്റ് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നത് നിങ്ങളുടെ സപ്പോർട്ടിനനുസരിച്ചാണ്, അതുകൊണ്ട് ഇത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി ഏതാണ് എന്നാണ്. 108ാമത്തേതാണ്. വിച്ച് ഈസ് ദ വെന്യൂ ഓഫ് ദി 108th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ്? നാഗ്പൂരാണ് ഇന്ത്യൻ സയൻസ് കോൺഗ്രസിൻ്റെ വേദി. 108ാമത്തേതാണെന്ന് ഓർത്തു വെക്കണം. അതുപോലെ നാഗ്പൂർ എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് നാഗ്പൂർ എന്ന സ്ഥലം. 61ാം സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി ഏതാണ്? കോഴിക്കോടാണ് 61ാമത്തെ സ്കൂൾ കലോത്സവത്തിൻ്റെ വേദി. 3 ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡിന് അർഹനായത് ആരാണ്? ഹു ഹാസ് ബീൻ അവാർഡ് ദ ഓടക്കുഴൽ അവാർഡ് 2022 ബൈ ദ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്? അംബികാസുധൻ മാങ്ങാട്. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2022 ഓടക്കുഴൽ അവാർഡ് ആർക്കാണ്? അംബികാസുധൻ മാങ്ങാട്. 4ാമത്തെ ചോദ്യം, 2023 പുരുഷ ഹോക്കി വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെ? അല്ലെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. വെന്യൂ ഓഫ് മെൻസ് ഹോക്കി വേൾഡ് കപ്പ് 2023 ഒഡീഷയാണ്. 2023 പുരുഷ ഹോക്കി വേൾഡ് കപ്പ് നടന്നത് എവിടെയാണ്? ഒഡീഷയാണ് വെന്യൂ. 5ാമത്തേത്, ബാങ്കിങ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം ഒരുക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ്? വിച്ച് സ്റ്റേറ്റ് ഈസ് ദ സ്റ്റേറ്റ് വിച്ച് അച്ചീവ്ഡ് ഫുള്ളി ഡിജിറ്റൽ സ്റ്റാറ്റസ് ഫോർ ബാങ്കിങ് ഓപ്പറേഷൻസ് ഓർ ട്രാൻസാക്ഷൻസ്? കേരളത്തിലാണ് ബാങ്കിങ് ഇടപാടുകൾ പൂർണ്ണമായി ഡിജിറ്റലായി എന്ന് പറയപ്പെടുന്നത്. അങ്ങനെ ഒരു പ്രഖ്യാപനം ജനുവരി 7 വന്നത്. 6ാമത്തെ ചോദ്യം, കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി ചുമതലയേറ്റത് ആരാണ്? ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ചാൻസലർ ഓഫ് കേരള കലാമണ്ഡലം യൂണിവേഴ്സിറ്റി? മല്ലിക സാരാഭായ് ആണ് കേരള കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയുടെ ചാൻസലറായി ചുമതലയേറ്റത്. 7 അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൻ്റെ എള്ളിനം ഏതാണ്? ഭൗമസൂചിക പദവി എന്ന് പറയുന്നത് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗാണ്. അതിൻ്റെ ആക്ട് 1999. അടുത്തിടെ ഭൗമസൂചിക പദവി ലഭിച്ച കേരളത്തിൻ്റെ എള്ളിനം ഏത്? വിച്ച് പ്രോഡക്റ്റ് ഹാസ് ബീൻ ഗിവൺ ദ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ഫ്രം കേരള റീസെൻ്റ്ലി? ഓണാട്ടുകര എന്നാണ്, ഓണാട്ടുകര എള്ള്. അതിനാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചത്. ഈ ടാഗ് ലഭിക്കുന്നുണ്ടുള്ള ഗുണം എന്ന് പറയുന്നത്, ഒന്നതിൻ്റെ സ്റ്റാൻഡേർഡ്, ആ പ്രൊഡക്റ്റിൻ്റെ സ്റ്റാൻഡേർഡ് ആൾക്കാർക്ക് മനസ്സിലാവും. പിന്നെ അതിൻ്റെ കമേഴ്ഷ്യൽ വാല്യൂവും കൂടും, അതിൻ്റെ വിപണന വാല്യൂവും കൂടും. അതാണ് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിക്കുന്നതിൻ്റെ ഗുണം. ഇത് 1999 ആക്ടിനനുസരിച്ചിട്ടാണ് നമുക്ക് ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗിൻ്റെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്ന ആക്ട് 1999 ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ആക്റ്റാണ്. ഇപ്പോൾ ഓണാട്ടുകര എള്ളിനാണ് അടുത്തിടെ ഭൗമസൂചിക പദവി, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാബ് കേരളത്തിൽ നിന്ന് ലഭിച്ചത്. 8 ലോകത്തിലെ പ്രതിമ സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം ആരാണ്? ഹു ഈസ് ദ ഫസ്റ്റ് വുമൺ പ്ലെയർ ഹൂസ് സ്റ്റാച്യു ഹാസ് ബീൻ മെയ്ഡ്? വുമൺ ക്രിക്കറ്റ് പ്ലെയറാണ് ബെലിൻഡ ക്ലാർക്ക്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. ലോകത്തിലെ പ്രതിമ സ്ഥാപിക്കപ്പെടുന്ന ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് താരം, ഫസ്റ്റ് വുമൺ ക്രിക്കറ്റ് പ്ലെയറാണ് ബെലിൻഡ ക്ലാർക്ക്. ഓസ്ട്രേലിയയാണ് ടീം. 9ാമത്തെ ചോദ്യം, ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് എന്നാണ്? വിച്ച് ഡേ ഈസ് സെലിബ്രേറ്റഡ് ആസ് ദ പ്രവാസി ഭാരതീയ ദിവസ്? ജനുവരി 9 ദേശീയ പ്രവാസി ഭാരതീയ ദിവസ് ആഘോഷിക്കുന്നത്. ഇതെന്തുമായി ബന്ധപ്പെട്ടാണ്? ഗാന്ധിജീസ് റിട്ടേൺ ഫ്രം സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഗാന്ധിജി തിരിച്ചു വന്ന ദിവസത്തെ അനുസ്മരിക്കുന്നതാണ് ഈ ദേശീയ പ്രവാസി ഭാരതീയ ദിവസ്. അടുത്തത് 10ാമത്തെ ചോദ്യം, 17ാമത് ദേശീയ പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വേദി ഏതാണ്? വെന്യൂ ഓഫ് ദ 17th എഡിഷൻ ഓഫ് ദി പ്രവാസി ഭാരതീയ ദിവസ് ഏതാണ് വെന്യൂ? ഇൻഡോർ ഇൻ മധ്യപ്രദേശാണ് 17th എഡിഷൻ ഓഫ് ദി പ്രവാസി ഭാരതീയ ദിവസിൻ്റെ വെന്യൂ എന്ന് പറയുന്നത്. 11ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലോക ഹിന്ദി ദിനം എന്നാണ്? വെൻ ഇസ് ദ വേൾഡ് ഹിന്ദി ഡേ സെലിബ്രേറ്റഡ്? ജനുവരി 10 വേൾഡ് ഹിന്ദി ദിവസമാണ്, വേൾഡ് ഹിന്ദി ഡേ ആണ്. ലോക ഹിന്ദി ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനുവരി 10. 12ാമത്തെ ചോദ്യം, വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റിൻ്റെ 15ാം ബഷീർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ഹൂ ബാഗ്ഡ് ദ 15th ബഷീർ അവാർഡ് ബൈ ദ വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റ്? ഈ അവാർഡ് കൊടുക്കുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ ട്രസ്റ്റാണ്. എം മുകുന്ദനാണ്. ബഷീർ പുരസ്കാരം എം മുകുന്ദനാണ്. നൃത്തം ചെയ്യുന്ന കുടകൾ എന്നാണ് കൃതിയുടെ പേര്. നൃത്തം ചെയ്യുന്ന കുടകൾ, എം മുകുന്ദൻ. 13ാമത്തെ ചോദ്യം, 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്ന കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം? കേരളത്തിലെ ഗവൺമെൻറ്റിന് താഴെയുള്ള പൊതുമേഖലാ സ്ഥാപനം ഏതാണ്? 2023 സുവർണ ജൂബിലി ആഘോഷിക്കുന്നതാണ്
Which public undertaking organization under Kerala government is celebrating the Golden Jubilee in 2023? Kelatron ആണ്, Kelatron. 14ാമത്തെ ചോദ്യം, 80ാമത് ഗോൾഡൻ ഗ്ലോബ് പുരസ്കാരത്തിൽ ഒറിജിനൽ സോങ് വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ച ഗാനം. ഇത് വളരെ ഫേമസ് ആയിരുന്നു, കാരണം ഇത് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ള അച്ചീവ്മെൻ്റ് ആണ്. വിച്ച് സോങ് ഫ്രം ഇന്ത്യ ബാഗ്ഡ് ദ അവാർഡ് ഫോർ ഒറിജിനൽ സോങ് കാറ്റഗറി ഇൻ 80th എഡിഷൻ ഓഫ് ദി ഗോൾഡൻ ഗ്ലോബ്? നാട്ട്. ഏതാ സിനിമ? RRR. സംവിധായകനെ എല്ലാവർക്കും അറിയാം, ഡയറക്ടർ എല്ലാവർക്കും അറിയാം, രാജമൗലിയാണ്. 15ാമത്തെ ചോദ്യം, ഹോട്ടലുകൾക്ക് ഗ്രേഡിംഗ് നൽകാൻ ഹൈജീൻ റേറ്റിംഗ് ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം? വിച്ച് സ്റ്റേറ്റ് ഹാസ് ലോഞ്ച്ഡ് ദ ഹൈജീൻ റേറ്റിംഗ് ആപ്പ് ടു റേറ്റ് ദ ഹൈജീൻ ഓഫ് റെസ്റ്റോറൻറ്റ്സ്? ഹോട്ടലുകൾക്ക്, ഭക്ഷണശാലകൾക്ക് ഹൈജീൻ റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട്, ശുചിത്വത്തിൻ്റെ ഭാഗമായിട്ട് ഹൈജീൻ റേറ്റിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആപ്പ് പുറത്തിറക്കിയ സംസ്ഥാനം കേരള ആണ്. 16ാമത്തെ ചോദ്യം, 75ാമത് ദേശീയ കരസേനാ ദിനം എന്നാണ്? വെൻ ഇസ് ദ 75th എഡിഷൻ ഓഫ് ദി നാഷണൽ ആർമി ഡേ സെലിബ്രേറ്റഡ്? ഏത് ദിവസമാണ് 75ാമത് ദേശീയ കരസേനാ ദിനം ആഘോഷിച്ചത്? ജനുവരി 15, 2023. 17ാമത്തെ ചോദ്യം, ഗ്രേറ്റർ നോയിഡയിൽ നടന്ന 16ാമത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച രാജ്യത്തെ ആദ്യ സോളാർ കാർ, അതിൻ്റെ പേരെന്താണെന്നാണ്? വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സോളാർ കാർ വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ അല്ലെങ്കിൽ ലോഞ്ച്ഡ് ഇൻ ദി 16th എഡിഷൻ ഓഫ് ദി ഓട്ടോ എക്സ്പോ ഹെൽഡ് ഇൻ ഗ്രേറ്റർ നോയിഡ? നോയിഡ എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് സംസ്ഥാനം. ഇവ എന്നാണ് പേര്, ഇവ. ഇത് എനിക്ക് മറക്കാൻ പറ്റില്ല, കാരണം എൻ്റെ മോളെ പേരും ഇവ എന്നാണ്. ഗ്രേറ്റർ നോയിഡയിൽ നടന്ന 16ാമത് ഓട്ടോ എക്സ്പോയിൽ അവതരിപ്പിച്ച രാജ്യത്തിൻ്റെ ആദ്യ സോളാർ കാർ. വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ സോളാർ കാർ വിച്ച് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ 16th എഡിഷൻ ഓഫ് ഓട്ടോ എക്സ്പോ ഹെൽഡ് ഇൻ ഗ്രേറ്റർ നോയിഡ? നോയിഡ UP-യിലാണ്. ഇവ എന്നാണ് പേര്, ഇവ. 18, G20 പഠനങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് എവിടെ? വിച്ച് യൂണിവേഴ്സിറ്റി ഇസ് ദ ചോസൺ യൂണിവേഴ്സിറ്റി ഫോർ എസ്റ്റാബ്ലിഷിംഗ് എ റിസർച്ച് സെൻറ്റർ ഫോർ G20 സ്റ്റഡീസ്? ജിൻഡാൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. G20 പഠനങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യ ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കുന്നത് ജിൻഡാൽ യൂണിവേഴ്സിറ്റി, ഹരിയാന. 2023 UN ആഗോള ഭീകരനായിട്ട്, UN ഗോള എന്നല്ല, ആഗോള എന്ന തെറ്റിയതാണ്, UN ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ലഷ്കർ ഇ തോയ്ബയുടെ നേതാവാരാണ്? ഹു ഈസ് ദ ലഷ്കർ ഇ തൈബ ലീഡർ ഹു ഹാസ് ബീൻ ബ്ലാക്ക് ലിസ്റ്റഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിൽ ഇൻ 2023? ചൈന ഒരുപാട് നാൾ അതിനെ വീറ്റോ ചെയ്ത് ഇന്ത്യ US ജോയിൻ്റായിട്ട് ഈ പറഞ്ഞ ആവശ്യം ഉന്നയിച്ചിട്ട് പോലും യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൽ ഈ ഒരു ഭീകരനെ അബ്ദുൾ റഹ്മാൻ മക്കീനെ കഴിഞ്ഞ ഓഗസ്റ്റ് 2022 മുതൽ പ്രമേയം പാസ്സാക്കിയിട്ട് പോലും അതിനെ എതിർത്ത ഒരു രാജ്യമാണ് ചൈന. അവസാനമാണ് ചൈന അതിന് സമ്മതിച്ചത്. കാരണം യുണൈറ്റഡ് നേഷൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ പെർമനൻറ്റ് മെമ്പേഴ്സിന് വീറ്റോ അധികാരമുണ്ട്. അതിൽ 5 പേരും സമ്മതിക്കാതെ ഒരു കാര്യം പാസ്സാക്കാൻ പറ്റില്ല. അപ്പോൾ അവസാനമാണ് ഈ പറയുന്ന ആവശ്യം, അബ്ദുൾ റഹ്മാൻ മക്കീനെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുന്ന ആ ഒരു പ്രോസസ്സിന് സമ്മതിച്ചത് ചൈന. അതുകൊണ്ട് 2023 ആണിത് ഈ പറഞ്ഞ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തത്. പക്ഷേ 2022 ഓഗസ്റ്റ് മുതലേ ഈ പറയുന്ന ആവശ്യം ഇന്ത്യയും അതുപോലെ തന്നെ അമേരിക്കയൊക്കെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. 20ാമത്തേത്, 2023 ജനുവരിയിൽ ഇന്ത്യയുടെ G20 അധ്യക്ഷ പദത്തിന് കീഴിലുള്ള ആദ്യ ഹെൽത്ത് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് വേദിയായത്? ദ വെന്യൂ ഫോർ ഫസ്റ്റ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗ് ഓൺ ഹെൽത്ത് അണ്ടർ G20 പ്രസിഡൻസി ഓഫ് ഇന്ത്യ ഏതാണ്? തിരുവനന്തപുരം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇൻ്റർനാഷണൽ മില്ലറ്റ് ഡേ ഏത് വർഷമാണ് ആചരിക്കുന്നത്? നിങ്ങൾക്കുള്ള ചോദ്യമാണ്. ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ്, ഇൻ്റർനാഷണൽ ഡേ അല്ല, ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് UN ആചരിക്കുന്ന വർഷം ഏതാണ്? ഏത് വർഷമാണ് ഈ ഇൻ്റർനാഷണൽ ഇയർ ഓഫ് മില്ലറ്റ്സ് എന്ന് പറഞ്ഞ് ആചരിക്കുന്നത്? ഇത് നിങ്ങൾക്കുള്ള ചോദ്യമാണ്. കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സെഷൻ ഇത്രയാണ്. ഇന്നത്തെ സെഷൻ ഇത്ര മാത്രമാണ്. നമുക്ക് അടുത്ത സെഷനിൽ കുറച്ചും കൂടെ ചോദ്യങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കാം. അതിൻ്റെ സൺഡേ റിവിഷൻ പോലെയും ചെയ്യും. അപ്പോൾ ആദ്യത്തെ സെറ്റ് ഓഫ് 20 ചോദ്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. നമുക്ക് അടുത്തൊരു ദിവസം വീണ്ടും കാണാം.